മലയാളികളുടെ അഭിമാനമാണ് ഗാനഗന്ധർവൻ യേശുദാസ്. പ്രായഭേദമന്യേ ഏവരും ദാസേട്ടൻ എന്ന് വിളിക്കുന്നതും അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായാണ്. ഒരിക്കലും കേട്ടുമടുക്കാത്ത ശബ്ദത്തിനുടമയാണ് അദ്ദേഹം. പാട്ടിന്റെ വിസ്മയത്തിന് കഴിഞ്ഞ ദിവസമായിരുന്നു 83 വയസ്സ് തികഞ്ഞത്. എന്നാൽ ഇതിന്റെ ആഘോഷവേളയിൽ ദാസേട്ടനെ കണ്ടില്ല എന്ന പരാതിയാണ് മലയാളികൾക്കുള്ളത്. എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അത്ര തൃപ്തികരമല്ല എന്നും ഡയാലിസിസ് ചെയ്യേണ്ടതുണ്ട് എന്നും അതുകൊണ്ടാണ് ആഘോഷങ്ങൾ അദ്ദേഹം പങ്കാളിയാകാത്തതെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൻ നടത്തിയ പരിപാടിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്നും അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമാണ് എന്നും ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതോടെ ആരാധകർ തങ്ങളുടെ പ്രിയപ്പെട്ട ദാസേട്ടന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മലയാളികൾ ഒരേ ഒരാളെ ഗാനഗന്ധർവൻ എന്ന് വിളിച്ചിട്ടുള്ളൂ. അത് ഒരേ ഒരു യേശുദാസ് എന്ന അതുല്യ പ്രതിഭയെയാണ്. ആ ശബ്ദമാധുരി ശ്രവിക്കാത്ത ഒരു ദിവസം പോലും മലയാളികളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. യേശുദാസിന്റെ ജന്മദിനം ഏവരും സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കിയിരുന്നു. സെലിബ്രിറ്റികളെല്ലാം തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ആശംസകൾ അറിയിച്ചിരുന്നു. നമ്മുടെ ഒരേ ഒരു ദാസേട്ടന് ജന്മദിനാശംസകൾ. എല്ലാ ഹൃദയങ്ങളെയും സ്പർശിക്കുന്ന ശബ്ദം. ഗായകർക്ക് നിങ്ങളൊരു യഥാർത്ഥ പ്രചോദനമാണ്. ദൈവം സമൃദ്ധമായി നൽകിയ കഴിവുകൾക്കൊപ്പം നിങ്ങൾ ഏക മനസ്സോടെയും തികഞ്ഞ ശ്രദ്ധയോടെയും പ്രവർത്തിച്ചു. നിങ്ങളുടെ ശബ്ദം കേൾക്കാതെ ഒരാളുടെയും ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. മഹാനായ കർമ്മയോഗിക്ക് മുന്നിൽ ഞാൻ തലകുനിക്കുന്നു. നിങ്ങളുടെ നല്ല ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി എൻ്റെ എല്ലാ പ്രാർത്ഥനകളും എന്നായിരുന്നു യേശുദാസിന് ജന്മദിനാശംസകൾ നേർന്ന് മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര കുറിച്ചത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിലായി 1,00,000-ലേറെ പാട്ടുകൾ യേശുദാസ് പാടിയിട്ടുണ്ട്. ഒറ്റ ദിവസം വിവിധ ഭാഷകളിലായി 11 പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് യേശുദാസ്.